ഹലോ ഫ്രണ്ട്സ്, അപ്പം ആസ് യൂഷ്വൽ ഇത് നമ്മളെ ഈ യൂണിൻ്റെ ഈസ്റ്റർ ഹോളിഡേയ്സ് തുടങ്ങാൻ പോകുന്ന ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇന്നാണ് മോസ്റ്റ്ലി എല്ലാവരും പ്രസൻറ്റേഷൻ. അപ്പോൾ ഇന്ന് യൂണിയിൽ എല്ലാവരും കാണാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഷാൽവിൻ, അഭിനവ്, അല്ല ആൽവിൻ, ജോയൽ, പീറ്റർ, നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ. അപ്പം നമ്മളിപ്പം ഇപ്പൊ നമ്മൾ ലേറ്റ് ആയി. ഇന്ന് പ്രസന്റേഷൻ ആണല്ലോ. അപ്പൊ നമ്മള് ഒരു ഊബർ ബുക്ക് ചെയ്തു. അപ്പം 11 ഞങ്ങള് ബസ്സിനും ട്രെയിനൊക്കെ പോകണമെങ്കിൽ നമ്മൾ 11:25 ആ റേഞ്ചിൽ എത്താം. അപ്പം നമ്മൾ 11 o'clock പ്രോഗ്രാം. അപ്പം നമ്മൾ അതിന് വരും ഊബർ ബുക്ക് ചെയ്ത്, പ്രസന്റേഷൻ ഊബർ ബുക്ക് ചെയ്ത് എല്ലാവരും നല്ല ചൊറുക്കില്ല. പക്ഷേ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും എന്താ ചെയ്യണമെന്ന് പോലും അറിയില്ല. അതിൽ വലിയ പ്രശ്നമില്ല നമുക്ക്. അങ്ങനെ ആയാലും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം ഇന്ന് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ എല്ലാവരും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം നമ്മൾ ഊബർ വന്ന് നമ്മൾ ലേറ്റ് ആവില്ലെന്ന് വിചാരിക്കണം. നമ്മളൊരു 11:15 ആകുമ്പോൾ എത്തുന്നാണ് പറയുന്നത് അല്ലേ? ഷാലിനൊക്കെ ഒരു 4 മാസത്തിന് ശേഷമാണ് യൂണി പോകുന്നത്. അപ്പം അഡ്മിഷൻ എടുക്കുക അച്ഛൻ്റെ കൂടെ പോയതാണ്. അപ്പോൾ ഷാലിന് ഇനി യൂണിവേഴ്സിറ്റി പോകുമ്പോൾ എന്താണ് എക്സൈറ്റഡ് ആണ്? അവിടുത്തെ എന്തൊക്കെ പുതിയ മാറ്റങ്ങൾ വന്ന് ഇവന്റെ വിചാരം ടീം എന്ന് പറഞ്ഞാൽ നാട്ടിലൊക്കെ എന്റെ പാർട്ടിന്റെ SFIന്റെ നേതാവ് അങ്ങനെ ഒരു വലിയൊരു കാർട്ടലിന്റെ അംഗമാണെന്നാണ്. ലൂസിഫർ കണ്ടതിന്റെ പൊലിവാ. അതിൽ 2 വാക്ക് പഠിച്ചു. ഡ്രഗ് കാർട്ടൽ, അതിന്റെയാണ് ഡ്രഗും കാർട്ടലും. അതാണ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിപ്പം ലേറ്റ് ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ലേറ്റ് ആയിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാവരും നല്ല ലേറ്റ് ആണ്. ഷാൽവിൻ, പീറ്റർ 9 മണിക്ക് എണീറ്റ് നിൽക്കുന്നതാണ്. പക്ഷേ പീറ്റർ ഞങ്ങൾ പറഞ്ഞാൽ ലേറ്റായി. ആൽബിന് ഒരു പണിയില്ല. പിന്നെ ജോയൽ, ഹൃദ്യ, നമ്മളെല്ലാവരും പ്രസൻറ്റേഷന് വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷേ പ്രസൻറ്റ് ചെയ്യുന്നത് എന്താണെന്ന് പോലും ആർക്കും അറിയില്ല എന്താ ചെയ്യണമെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മളെല്ലാവരും പഠിക്കാൻ പോവാം. അതാണ് അടുത്ത പരിപാടി. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുന്നത് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ദേവിക മാത്രം ഇരുന്ന് പഠിക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ഓൾ ഇൻ ബ്രെയിൻ, ഞങ്ങളുടെ പ്രൊജക്ടിന്റെ ബാക്കിലെ ബ്രെയിൻ. ഇനി ഞങ്ങളുടെ അടുത്ത ടീംമേറ്റ്സ് വേറെ ഗ്രൂപ്പ്. ദേവിന്റെ ടീമിലാണ് ആര്? ഹൃദ്യ. പിന്നെ നമ്മുടെ വേറെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ പീറ്ററിന്റെ ഷർട്ട് ഇട്ട് വന്നിട്ടുണ്ട്. പീറ്ററിന്റെ ഷർട്ട് അല്ല, ഇത് എന്താ ഷർട്ട് ഗൈസ്? ഞങ്ങളുടെ കോസ്റ്റ്യൂം കണ്ടോ ഗൈസ്? പീറ്റർ ഇത് കാണണമെങ്കിൽ നിന്റെ ഷർട്ട് പോയിണ്ടോ നോക്കണം. ഇതില് പീറ്റർ കേറുമെങ്കിൽ പീറ്ററിന്റെ ക്രോപ്പ് ടോപ്പ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പ്രസൻറ്റേഷൻ കഴിഞ്ഞ് നമ്മൾ നല്ല ലൈക്ക് കുഴപ്പമില്ല. ഞാൻ ഒരു ജസ്റ്റ് കുറച്ചൊന്ന് ടെൻഷനല്ല, ഞാൻ കുറച്ച് മണ്ടത്തരം വിളിച്ചു പറഞ്ഞു. ബാക്കി എല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ബോർഡ് കാണുന്നില്ല. സത്യം പറഞ്ഞത് എന്താ വെച്ചാൽ ബോർഡ് കമ്പ്യൂട്ടറിൻ്റെ അവിടെ ജാം ചെയ്തുകൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ല. ബോർഡ് കാണുന്നില്ല. അപ്പോൾ ബോർഡ് കാണാത്തതുകൊണ്ടാണ്. പിന്നെ ഇപ്പം ബാക്കി എല്ലാവരും പ്രസൻറ്റേഷൻ കഴിഞ്ഞ് അപ്പോൾ അവിടെ സാറ് ചിരിക്കുന്നുണ്ട്. മൂപ്പര് നമുക്ക് പരിചയപ്പെടാം കേട്ടോ അതിൻ്റെ. ഓക്കെ, അപ്പം ഇവിടെ ഒരു മിനിറ്റ്. ഇവിടെ നമ്മളെ ഗ്രൂപ്പ് ലീഡർ ഉണ്ട്, അതുലുണ്ട്, സാബിത്ത് ഉണ്ട്, ലക്ഷ്മി ഉണ്ട്, എടാ സാഗർ ഉണ്ട്, പിന്നെ ആദിത്യ ഉണ്ട്. ബാക്കി പിള്ളേർ ഇപ്പോൾ വരും. ഞാനൊരു ബാക്കിയുള്ള ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ട്രിപ്പ്. അപ്പം നമ്മളിവിടെ യൂണിവേഴ്സിറ്റി വന്നപ്പോൾ ഇന്ന് യൂണിവേഴ്സിറ്റിൻ്റെ കൾച്ചറൽ ആക്ടിവിറ്റീസ് നടക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട്. ഇപ്പോൾ നമ്മൾ മറ്റേ വെള്ളിച്ചില്ലം മറ്റേ പാട്ട് പാടിയാണ്. അത് നമ്മളെ കേരള സൊസൈറ്റിൻ്റെ മെമ്പേഴ്സാണ് ഇവിടെ. സൗണ്ട് ഓഫ് ട്രീസ്. അത് അപ്പം ബാൻഡിൻ്റെ എന്താ ബാൻഡിൽ വോക്കില്ല പാട്ട് പാടുന്നതാണ്. അപ്പോൾ ബാൻഡിൻ്റെ പേരെന്താ? ഞങ്ങളുടെ ബാൻഡിൻ്റെ പേര് സൗണ്ട് ഓഫ് ട്രീസ് ആണ്. അപ്പോൾ അതിലിപ്പോൾ ഒരു 13 ആൾക്കാരുണ്ട്. ഇപ്പോൾ പൊതുവെ നിങ്ങൾ എന്താണ് നിങ്ങൾ എവിടെയൊക്കെ പാടല്? ജസ്റ്റ് അല്ല, ഞങ്ങൾക്കിപ്പോൾ കുറച്ച് പ്രോഗ്രാംസ് ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഒരെണ്ണം കഴിഞ്ഞു, ഹോളി പെർഫോമൻസ് കഴിഞ്ഞു. ഓക്കെ, ഇവരെ ഹോളി പെർഫോമൻസ് നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നിങ്ങൾ ഇവരെ സൗണ്ട് ഓഫ് ട്രീസ് എന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, ബാക്കി നമ്മൾ ഉള്ളിൽ സ്റ്റോള് എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിട്ട് വരാം. ഓക്കെ, പത്ത് തത്ത ചത്തു, ചത്ത തത്ത പച്ച. പത്തു തത്ത ചത്തു, ചത്ത തത്ത പച്ച. അടി അത് വിളിച്ച് ഏതാ മോനെ?
Catu, Cata, Tata, Paca. Pata Tata Jatu, Cata Tata Paca. ബേസിക്കലി പറയുകയാണെങ്കിൽ ഇവിടെ കുറേ സ്റ്റോൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ സ്റ്റോളാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം കേരള സൊസൈറ്റിൻ്റെ സ്റ്റോള്, തമിഴ് സൊസൈറ്റിൻ്റെ സ്റ്റോളുണ്ട്. So basically we are representing Tamil society for Tamil New Year. So that's all for now. അടുത്തെന്താ വയ്ക്കുക? So what? This one is a Palangurari. Like this is an ancient game. So for this end, the opponent will be here. And the other end, the one more guy will be here. ഓക്കെ, താങ്ക് യു. Thank you. ഈ പരിപാടി ഇവരും ഉണ്ട് കേട്ടോ. ചെക്കന്മാരെ വെറും സീന്. രണ്ടാമത്തെ സെറ്റ് എനിക്ക് തോന്നുന്നു പെണ്ണുങ്ങൾ കൊണ്ടുപോകും തോന്നുന്നു. ആ ക്യാമറമാൻ എന്തെല്ലാം കളിക്കണ്ടായിരുന്നു, ആ ശ്രദ്ധിക്കണ്ട. ഇതിൽ പാട്ടുള്ളതുകൊണ്ട് നമുക്ക് ഫുൾ ഇടാൻ പറ്റില്ല, അതിനെ കൊണ്ടാട്ടോ. ഇതും ഇവർ കൊണ്ടുപോയി സത്യം പറഞ്ഞാലും നേരത്തെ ചെക്കന്മാരും ഉണ്ടായി, പെണ്ണുങ്ങളും ഉണ്ടായി, ഇപ്പൊ കപ്പിൾസാ. അല്ല കുഴപ്പമില്ല, നല്ല വീഡിയോ ആണത്. ഇവിടെ നമ്മളെ സാറൊക്കെ ഉണ്ട്. സാർ സേ ഹായ്. ഹായ്. ഇത് നമ്മളെ ട്യൂട്ടറാണ് കേട്ടോ. എല്ലാവരും അപ്പം സത്യം പറഞ്ഞാൽ ഈ പാട്ടിൽ ഇവർ കൊണ്ടുപോയി. ഞങ്ങളുടെ പ്രസന്റേഷൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കഫേയിൽ വന്നിങ്ങനെ അതന്നെ നമ്മളിവിടെ ന്യൂക്കിലുണ്ട്. നമ്മുടെ ന്യൂക്ക് ഇവിടെ എല്ലാവരും ഇവിടെ സൊറോർന്ന് കുത്തിയിരിക്കുന്നുണ്ട്. എല്ലാരെയും മിസ് ചെയ്യും. പെട്ടെന്ന് വന്ന ഒരു വാക്ക്. അടുത്ത ദേവിക്ക് എന്താ പറയാനുള്ളത് നോക്കാം. പറഞ്ഞു എന്റെ 3 വർഷത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിന്? ഞാൻ ഇപ്പൊ ആലോചിക്കണം, ഞാൻ ഫസ്റ്റ് ഡേ ഇവിടെ വന്നപ്പോൾ ജാറൂടെ വന്നേ എന്നിട്ട് വന്നിട്ട് എനിക്ക് ആരും അറിയില്ലായിരുന്നല്ലോ. അങ്ങനെ പയ്യെ പയ്യെ കണ്ട് പരിചയപ്പെട്ട് ഇങ്ങനെ ഫ്രണ്ട്സായി. പക്ഷെ 3-ാമത്തെ വർഷമായി ഇപ്പൊ ഇത്ര വലിയ ഫ്രണ്ട്സ്. അതന്നെ, ഇതിപ്പോ ഇത്ര ആളുണ്ട് ഇവിടെ തന്നെ. ഇത്ര ആളുണ്ട്, നമ്മളല്ലാണ്ട് കുറെ ആളുണ്ട്. റോസ് പറയും അടുത്തതായിട്ട്. ഇന്നത്തെ ദിവസമാണ് പ്രസന്റേഷൻ ഉള്ളതുകൊണ്ട് എല്ലാരും ഒരുമിച്ച് കാണാൻ പറ്റണം. അതന്നെ, എല്ലാരും വന്നു. അറ്റൻഡൻസ് ഉള്ള ദിവസമാണ്. എന്റെ 3 വർഷം ഇങ്ങനെ ഉണ്ടായി. 3 കൊല്ലം പെട്ടെന്ന് പോയ പോലെ തോന്നുന്നു. വളരെ പെട്ടെന്നായി അല്ലേ? അതന്നെ, ഇന്നലെ വന്ന പോലെ തോന്നുന്നുള്ളൂ അല്ലേ? അതന്നെ. നമുക്ക് അടുത്ത ആളുടെ ചോദിക്കാം. താങ്ക് യു റോസ്. അടുത്തതായി പുരട്ടിന്റെ 3 വർഷം എങ്ങനെ ഉണ്ടായി? എന്റെ 3 വർഷം വളരെ പെട്ടെന്ന് പോയി. വന്നതുപോലെയല്ല. അതന്നെ, ഫ്രണ്ട്സിനെ കിട്ടി, കുറെ ഫ്രണ്ട്സിനെ കിട്ടി, പരിചയപ്പെട്ടു. ആദ്യമായിട്ട് ആരോടെ യൂണിയിലേക്ക് വന്നത്? ഞാൻ ഇങ്ങോട്ട് ഒറ്റയ്ക്കാ വന്നേ. പിന്നെ ആൽവിസ്, മിഥുൻ, അവരായിരുന്നു നല്ല ആദ്യത്തെ ഫ്രണ്ട്സ്. പിന്നെ നമ്മളെ ആൽബിനുണ്ട് ഇപ്പൊ ഇവിടെ. എന്റെ കൂടെ പത്തനംതിട്ടന്ന്. അതന്നെ, നിങ്ങൾ വന്നിട്ടാണ് ഞാൻ പരിചയപ്പെട്ടത്. എന്റെ വീട് തൊട്ടടുത്തുള്ളവരായിരുന്നു. അതന്നെ, ആൽബിൻ ഹായ് കൊടുക്ക്. അതന്നെ. അടുത്തതായി നമുക്ക് ജോയലിന്റെ അഭിപ്രായം ചോദിക്കാം. ജോയലെ, എന്റെ 3 വർഷത്തെ യൂണിവേഴ്സിറ്റി ലൈഫ് എങ്ങനെ ഉണ്ടായിന്? ടെറിബിൾ. ലാസ്റ്റ് ഇയർ ആണ് കുറച്ച് എൻജോയ് ചെയ്ത് വന്നത്. ഫസ്റ്റ് ഇയർ ടെറിബിൾ ആയിരുന്നു, സെക്കൻഡ് ഇയർ ടെറിബിൾ ആയിരുന്നു. എടാ, ഫസ്റ്റ് ഇയർ നമ്മളതിനാണ് കമ്പനി. ഇപ്പോഴാണ് ഒന്ന് എൻജോയ് ചെയ്ത് വരുന്നത്. എൻജോയ് ചെയ്ത് വന്നപ്പോഴേക്കും യൂണിവേഴ്സിറ്റി ഒക്കെ ഒന്ന് റെനോവേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ പോകാൻ നിൽക്കാം. സോഫാർ എങ്ങനെ ഉണ്ടായിരുന്നു? സോഫാർ നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. ഫ്യൂച്ചർ സ്റ്റുഡൻസിന് പഠിക്കാൻ പറ്റും. എന്റെ പ്ലാൻ എന്താണ്? ദൈവത്തിന് മാത്രമല്ല എന്റെ പ്ലാൻ, ചെന്ന് തീരുന്നിടത്താണ് എന്റെ പ്ലാൻ. ഓക്കെ, അടുത്ത നമുക്ക് പീറ്ററിനോട് ചോദിക്കാം. പഠിത്തത്തിന്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും യൂണിവേഴ്സിറ്റിയെ പ്രൊമോട്ട് ചെയ്തില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് തന്നെ. അടുത്തായി എന്റെ യൂണിവേഴ്സിറ്റി ലൈഫ് എങ്ങനെ? എന്റെ 3 കൊല്ലം പോയ പണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ കുഴപ്പമില്ലായിരുന്നു, എല്ലാവരും കമ്പനിയായി. സെക്കൻഡ് ഇയർ കുറച്ച് ക്ലാസ്സിൽ പോയി കിട്ടി. അതന്നെ, പോയി ആദ്യമായിട്ട് ആരോടെ യൂണിയിലേക്ക് വന്നേ? ആദ്യം ഞാൻ വന്നത് അല്ലല്ല, എന്നോട് ഒന്നല്ല, ഒന്ന് പോയെ.
ആദ്യം ഞാൻ ഒറ്റയ്ക്ക് വന്നു. ഒറ്റയ്ക്ക് വന്നിട്ട് പിന്നെ നീ ആദ്യത്തെ ദിവസം ഇല്ലേ അന്ന് നീ ക്ലാസ്സിൽ വന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ട് ക്ലാസ്സിൽ പോയി, ഓർക്കുണ്ടോ? ഞാൻ ആദ്യമായിട്ട് വന്നത് ഷാൽവിന്റെ ഹൃദയന്റെ അടുത്തോട്ടാ. അതന്നെ ഒരു ചെറിയ ചെക്കനെ വിറച്ചിട്ട് മറ്റേ ചുണ്ടെല്ലാം ഓക്സ്ഫോർഡിൽ നിന്നാണ് വന്നത്. ഞാൻ ഇവിടെ അല്ലേ ലണ്ടനല്ലേ പുറത്തേ. അതന്നെ അന്ന് എനിക്ക് ഞാൻ ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്യാനൊന്നും അറിയില്ല. നമ്മളിവിടെ മറ്റേ മെക്ഡൊണാൾഡ്സ് എക്സ്പെൻസീവ് ആണെന്ന് വെച്ചിട്ട് ഞങ്ങൾ മറ്റേ ഗ്രീക്ക് ഡോണർ കഴിക്കാം. അത് അതിനെക്കാട്ടും കയറി. അതന്നെ തേർഡ് ഇയർ സൂപ്പർ സൂപ്പർ. ആൽവിൻ പറയൂ, എന്റെ 3 വർഷത്തെ യൂണിവേഴ്സിറ്റി ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്തോ നടന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തോ പൊട്ടലും ചീറ്റലൊക്കെ ആയിരുന്നു. പിന്നെ അവസാനം കണ്ടുപിടിയിരിക്കുന്നു. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. 3 വർഷം ഇങ്ങനെ പറഞ്ഞാ പോയത്. മൂഞ്ചി ഇനി എന്റെ പ്ലാൻ എന്താണ്? എന്റെ യൂണിവേഴ്സിറ്റി എങ്ങനെ ഉണ്ടായിരുന്നു? യൂണിവേഴ്സിറ്റി തീർന്നൊക്കെ വളരെ പെട്ടെന്ന് ചില അത്യാവശ്യ ദുർഘട വിഷയങ്ങളുള്ളതുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അടിപൊളിയായിരുന്നു. പെട്ടെന്ന് കഴിഞ്ഞു. 2.5 കൊല്ലം ഉണ്ടായിരുന്നുള്ളൂ. 3 കൊല്ലം എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം കഴിഞ്ഞ് എല്ലാം വേഗം കഴിഞ്ഞ് ഇൻഷാല്ലാ എന്തെങ്കിലുമൊക്കെ പരിപാടി പിടിക്കണം. അതന്നെ എല്ലാവരും. അടുത്തായിട്ട് നമ്മൾ ആലിസ് പറയുന്നതായിരിക്കും. അങ്ങനെ ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി ലൈഫ്? യൂണിവേഴ്സിറ്റി ലൈഫ് അടിപൊളിയായിരുന്നു. പഠിക്കണില്ലെങ്കിലും ബാക്കി എല്ലാം വൈബ് ഇവിടെ ഉണ്ട്. അടിപൊളി ഗ്യാങ് ഉണ്ട്. അതന്നെ പഠിക്കാൻ മാത്രം നമ്മൾ ഈ യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്യില്ല. ബാക്കി എല്ലാം വൈബിന് ഈ യൂണിവേഴ്സിറ്റി നമുക്ക് സജസ്റ്റ് ചെയ്യാം. സെറ്റാണ്. ഓക്കെ, അടുത്ത നമുക്ക് നമ്മളെ അഭിനവിൻ്റെ അടുത്ത് പോവാം. അവനാണെങ്കിൽ ഈ നമ്മളെ ഈ യൂണിയിൽ ഏറ്റവും കാലം മറ്റേ സ്പെൻഡ് ചെയ്ത ആള്. അതുകൊണ്ട് അവനോട് തന്നെ ചോദിക്കാം, എങ്ങനെ ഉണ്ടായി എൻ്റെ യൂണിവേഴ്സിറ്റി? 5 കൊല്ലം. നീ എത്ര കൊല്ലം? 5 കൊല്ലം അല്ലേ? 5 കൊല്ലം. എങ്ങനെ ഉണ്ടായിന് പറഞ്ഞോ? അതന്നെ ഓ മതിയായിട്ട് ഇരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് കഴിച്ച്. ഓക്കെ, ഇനി നമ്മൾ ഇവിടുന്ന് ചലിക്കാൻ പോവാണ്. നമ്മൾ വേറെ വഴിയിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ അടുത്തുള്ളൊരു പാർക്കിൽ ജാം ചെയ്യാന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇരിക്കുവാണ്. അപ്പോൾ അതിൻ്റെ സെറ്റപ്പ് ഞാൻ പിടിച്ചിട്ട് ബാക്കി സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളെല്ലാവരും ഇപ്പം ഇങ്ങോട്ടേക്ക് എന്താ പറയുക, നമ്മളെല്ലാവരും ഇപ്പം ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പാർക്കിലോട്ട് പോവാണ്. നമ്മളിപ്പോൾ പാർക്കിലോട്ടാണ് പോകുന്നത്. കുഴപ്പമില്ല, അത് നല്ല ക്ലിക്കാ. കാണിച്ചു തരാം. എൻ്റെ ഷൂസ് കാണിച്ചു ഉണ്ടോ? എല്ലാവരും ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ ഇപ്പോൾ ഡ്രോൺ ഷോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ എല്ലാവരും ഉണ്ട്. അതാണ് എൻ്റെ ഡ്രോൺ, പേഴ്സണൽ ഡ്രോൺ. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? ഏത് പാർക്ക്? എല്ലാവരും വന്നിക്കണ്. നമ്മളെ മിസ്സിങ് ഇപ്പോൾ ഫ്രെഡിയാണ് മിസ്സിങ്. ഫ്രെഡി ഇപ്പോൾ വരുന്നു വിചാരിക്കുന്നു. അപ്പോൾ പാർക്കിൽ പോയിട്ട് ബാക്കി നമുക്ക് സെറ്റപ്പ് കാണിച്ചു തരാം. ഇങ്ങോട്ടേക്ക് നമ്മൾ പോകണം. ഓക്കെ ഫ്രണ്ട്സ്, ഡ്രോൺ ഷോട്ട് ടെസ്റ്റ്. ഓക്കെ, ഇന്നർക്ക് ഹലോ. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പം സെയിൻസ്ബറി എന്നല്ല അഫ്ജയിൽ നിന്ന് സാധനം മേടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സെറ്റപ്പിലാണ്. അതൊരു ജാം ചെയ്യുന്ന സെറ്റപ്പിലാണ് എല്ലാവരും ഉണ്ട്. പിള്ളേരെല്ലാവരും ഇവിടെ. ഇത് നമ്മളൊന്ന് ഞാൻ ക്വിക്കായിട്ട് സെറ്റപ്പ് ചെയ്യട്ടെ, എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്യാം. അപ്പം ഇതാണ് എല്ലാവരും ഇവിടെ ഫോട്ടോ എടുക്കുകയാണ്, വീഡിയോ എടുക്കുകയാണ്. അതിൻ്റെ സെറ്റപ്പിലാണ്. ഞാനൊരു ഫോട്ടോ എടുക്കാം എന്തായാലും. നമ്മൾ വെറുതെ നമ്മളായിട്ടുള്ള പൊലിവ് വേണ്ടല്ലോ. ഏത് അവിടെ ഞാൻ അപ്പോൾ നമ്മൾ അവിടുന്ന് മാറി നമ്മൾ അവിടത്തൊക്കെ ക്ലീൻ ചെയ്തിട്ടോ. നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ വെച്ചാണ്. നമ്മളിപ്പം ഇതെടുത്തോ. നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ എല്ലാവരും ജാം ചെയ്ത് വെച്ചാണ്. അതാ നമ്മളടുത്ത ഫോട്ടോ എടുക്കാൻ പോണ്. ക്യാമറമാൻ വന്നിട്ട് എല്ലാവരോടും വർത്താനം പറയാൻ പറഞ്ഞിരിക്കണത്. അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്, അഭിനയിച്ച് മരിക്കുന്നുണ്ട് എല്ലാവരും. ശരിക്കും നല്ല ഫ്രെയിം, നല്ല രസമുള്ള ഫ്രെയിം. ഫോട്ടോ കണ്ടാൽ നല്ല രസമുണ്ട്. നല്ല വെളിച്ചമുണ്ട്. ലൈക്ക് നല്ലൊരു ഫ്രെയിം. എല്ലാവരും ഒരു ചിൽ മൂഡിലാണ്. പോട്ടെ, ഇവിടുന്ന് വന്നാൽ മതി. അപ്പം ഇപ്പൊ ഗോപ്രോയിൽ ചാർജ് കുറവാണ്. നമ്മളിപ്പം ഏതൊക്കെയോ റൈഡിൽ കയറിയ ഫോട്ടോ നോട്ടെ. മൂടായിക്കുന്ന സംഭവം, നല്ല മൂടായി നിന്ന്. അപ്പോൾ നമ്മൾ മെല്ലെ ഇങ്ങനെ ഇറങ്ങിക്കണം. ഇനിയിപ്പോൾ നമ്മൾ നേരെ സ്പോർട്സിലൊക്കെ പോയി ബാഡ്മിൻ്റൺ കളിക്കാൻ പോകാം.
മോസ്റ്റ്ലി ബാഡ്മിൻ്റൺ കളിക്കാറുണ്ട്. ഞാൻ കളിക്കില്ല, എനിക്ക് വലിയ ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ അറ്റൻഡ് ചെയ്യാന്നല്ലാണ്ട് ഞാൻ കളിക്കാക്കില്ല. പക്ഷേ ഇവരെല്ലാവരും നല്ലോണം ബാഡ്മിൻ്റൺ കളിക്കും. അപ്പം ബാഡ്മിൻ്റൺ കളിക്കാൻ പോകണം ഇപ്പോൾ. ഓക്കെ ഫ്രണ്ട്സ്,